Hi dear children. In this class, we are discussing about fishes that belongs to superclass Pisces. And you remember superclass Pisces is coming under division Gnathostomata, having jaws, and they again included is the part of subphylum Vertebrata. Okay, vertebrates ആണ് വെർട്ടിബ്ര കോളുണ്ട് നാത്തോസ്റ്റൊമാറ്റയാണ് ദറ്റ് ഈസ് ജോസ് upper jaw lower jaw is present and now they include under class species superclass species because their locomotory organ is paired fins are the locomotory organs. Okay, and fishes having a very important role. എന്തിനാണ് നമുക്ക് ഫിഷസ് നമ്മൾ ഇത്ര കാര്യമായിട്ടൊക്കെ പഠിക്കുന്നത്? നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. ഇനി തൊട്ട് ഓരോ ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സസ് പഠിക്കുമ്പോഴും അതിൻ്റെ അഡാപ്റ്റേഷൻ പഠിക്കണം. അതായത് എല്ലാം കുറേ കോമൺ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ ഇവർക്കൊക്കെ. നമ്മൾ ആ ബോഡി പ്രിൻസിപ്പിൾസ് എന്ന് പഠിച്ച കുറേ ഫീച്ചേഴ്സ് ഇനി വരുന്ന എല്ലാ ഗ്രൂപ്പിനും സെയിം ആണ്. ട്യൂബ് വിതിൻ ടു ബോഡി പ്ലാൻ, ബോഡി സിമെട്രി, ബോഡി ക്യാവിറ്റി, ബോഡി കണ്ടീഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി തൊട്ട് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്താ വെച്ചാൽ ഓരോ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസും ഹൗ ദേ ആർ അഡാപ്റ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ എൻവയൺമെൻറ്റ്, വാട്ട് ഈസ് ദെയർ മോഡ് ഓഫ് ലിവിങ്, അതാണ് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതോടൊപ്പം എന്തിനാണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദീസ് ഓർഗാനിസംസ് ഇൻ വിത്ത് ഹ്യൂമൻ ബീങ് ആസ് വെൽ ആസ് ടു ദ എക്കോസിസ്റ്റം. എന്താണ് ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കീ റോൾ എക്കോസിസ്റ്റത്തിൽ, നമുക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അങ്ങനെയും കൂടി നമ്മൾ ഒന്ന് ആ ആസ്പെക്റ്റും കൂടി ക്ലിയർ ആവണം. അപ്പോൾ ഫിഷസിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയ ഒരു ഫുഡ് ഐറ്റമാണ് ഫിഷസ്. അതുപോലെ തന്നെ ലോ ഫാറ്റ് ഫുഡാണ്, omega-6 ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ലോ ഫാറ്റി കണ്ടന്റ് അടങ്ങിയ ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ഏറ്റവും ഹെൽത്തി ഫുഡ് ഐറ്റമാണ് ഫിഷസ് പറയാം. ഇനി ഇതിന് എക്കോസിസ്റ്റത്തിൽ എന്താ റോള്, ഇവരാണ് ഏറ്റവും കാര്യമായിട്ട് എന്താണ് ന്യൂട്രിയൻ സൈക്കിളിൽ ദേ ഹാവിങ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ന്യൂട്രിയൻ സൈക്കിൾ. ദേ എക്സ്ക്രീറ്റ് ദി ന്യൂട്രിയൻസ് ഇൻ എ ഡിസോൾവ്ഡ് ഫോംസ് ആൻഡ് ദേ ആർ റെഡിലി അവൈലബിൾ ടു ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ എവിടെ ഏത് പോൺസ് ആയിക്കോട്ടെ, ലേക്സ് ആയിക്കോട്ടെ, സീ വാട്ടർ ആയിക്കോട്ടെ, ദാറ്റ് ന്യൂട്രിയൻസിനെയൊക്കെ റെഡിലി അവൈലബിൾ ഫോമിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിന്, അതായത് ഈ പ്ലാന്റ് ഐറ്റത്തിനൊക്കെ റെഡിലി അവൈലബിൾ ഫോമിൽ ഡിസോൾവ്ഡ് ഫോമിൽ കൊടുക്കുക എന്നുള്ളത് ഈ ഫിഷസ് ചെയ്യുന്ന ഒരു വലിയ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് നോക്കാം വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഫിഷസ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു എങ്ങനെയാണ്, എവിടെയാണ് അവർ കാണുന്നത്, എങ്ങനെയാണ് അവർ അഡാപ്റ്റഡ്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് ദ അഡാപ്റ്റേഷൻ, വിച്ച് ടൈപ്പ് അഡാപ്റ്റേഷൻ ഈസ് പ്രസൻറ്റ് എമംഗ് ഫിഷസ്? അക്വാട്ടിക് മോഡ് ഓഫ് അഡാപ്റ്റേഷൻ. അവർക്ക് വെള്ളത്തിലാണല്ലോ കാണുന്നത്, ഫ്രഷ് വാട്ടർ ആയിക്കോട്ടെ, മെറൈൻ വാട്ടർ ആയിക്കോട്ടെ, ദാറ്റ് ദേ ആർ പ്രസൻറ്റ് ഇൻ the water. Hence they are aquatic mode of adaptation is shown by the fishes. Now which are the aquatic mode of adaptations? നോക്കൂ, ഈ 5 പോയിന്റ്സ് നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കൃത്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. അപ്പം നമ്മളിതിനെ ഈ ഒരു രീതിയിൽ ഈ കോൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളത് നമ്മളുടെ +1 +2 പഠിച്ചു കഴിയുമ്പോഴേക്കും ബയോളജി എല്ലാം ഒരു നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ. എങ്കിലാണ് നമുക്ക് ഹയർ സ്റ്റഡീസ് ചൂസ് ചെയ്യാനും ഹയർ സ്റ്റഡിയിലേക്ക് എത്താനും നമുക്ക് എളുപ്പമുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ടെക്സ്റ്റിൽ ഇതേപോലെ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ അതിനെ ഈ രീതിയിൽ പരിചയപ്പെടുന്നത്. ഓക്കെ, now what are the aquatic mode of adaptation of fishes? One, they having pressure detecting cells on lateral side. അതിൻ്റെ ലാറ്ററൽ സൈഡിൽ, രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ നീളത്തിൽ കുറച്ച് സെല്ലുകൾ ഇവിടെ ഇങ്ങനെയായിട്ട് കാണാൻ സാധിക്കും. ദേ ആർ ദ ലാറ്ററൽ സെൽസ് വിച്ച് ഹാവിങ് ദ പൊട്ടൻഷ്യൽ ടു ഡിറ്റക്ട് പ്രഷർ ചേഞ്ചസ് ഇൻ ദ വാട്ടർ. അപ്പോൾ ഏറ്റവും താഴേക്ക് പോയോ അതോ ഞാൻ പൊന്തിയിട്ടാണോ നിൽക്കണേ എന്ന് ആ ഫിഷിന് കറക്റ്റായിട്ട് ആ പ്രഷർ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് അതിന് സാധിക്കുന്നത് ഈ ടൈപ്പ് ഓഫ് സെൽസ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മൾ ഏറ്റവും നന്നായിട്ട് പറയാൻ എന്താ, ചെറിയ ക്ലാസ്സിലെ തൊട്ട് അറിയുന്നതാണ് ദ ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻ. ഇപ്പം ഈ ഫിഷിൻ്റെ ഗിൽസ് നമുക്ക് കാണാൻ പറ്റില്ല, ഇറ്റ് ഈസ് കവേർഡ് ബൈ ഗിൽ കവർ. എന്നാൽ നമുക്ക് ഷാർക്ക് പോലുള്ളതിനെ നമുക്ക് കാണാം, അതിൻ്റെ ഗിൽ സ്ലിറ്റ്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും.
Okay, then next point, the streamlined body for locomotion. അതിൻ്റെ ഒരു ബോഡി ഷേപ്പ് നോക്കിയാൽ ഇറ്റ് ഹാസ് എ സ്പിൻഡിൽ ഷേപ്പ്, ദാറ്റ് ഈസ് ടേപ്പറിങ് എൻഡ്സ് അല്ലേ, രണ്ടറ്റും കൂർത്തിട്ടാണ്. അപ്പോൾ വെള്ളത്തിൽ കൂടെ പെട്ടെന്ന് അതിന് നീങ്ങി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ദ സ്ട്രീംലൈൻഡ് ബോഡി ഫോർ ലോക്കോമോഷൻ. ദെൻ ബോഡി ഈസ് കവേർഡ് വിത്ത് ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ് അറേഞ്ച്ഡ് സ്കെയിൽസ്. അങ്ങനെ പുറകിലേക്കാണ് ആ സ്കെയിൽസ് അറേഞ്ച് ചെയ്തത്. അത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് അതിന് ലെസ് റെസിസ്റ്റൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആസ് വെൽ ആസ് ദ സ്കെയിൽസ് പ്രസന്റ് ഓൺ ഇറ്റ്സ് ബോഡി സർഫസ്, ഇറ്റ് പ്രൊവൈഡ് ദാറ്റ് സ്യൂട്ടബിൾ പ്രൊട്ടക്ഷൻ. അപ്പോൾ സ്കെയിൽസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ദെൻ പെയേഡ് ഫിൻസ് ആർ പ്രസന്റ് ഫോർ ലോക്കോമോഷൻ. പെയേഡ് ഫിൻസ് മാത്രമല്ല, ഹാവിങ് പെയേഡ് ഫിൻസ്. നമ്മൾ അജ്ഞാതയിൽ നമ്മൾ പെയേഡ് ഫിൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്രൂപ്പ് തൊട്ടാണ് പെയേഡ് ഫിൻസ് ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ പെയേഡ് ഫിൻസ് എങ്ങനെയാണ്? ഫിഷസിൽ കാണുന്ന പെയേഡ് ഫിൻസ് എന്ന് പറയുന്നത് പെക്ട്രൽ ഫിൻ ഇൻ പ്ലേസ് ഓഫ് 4 ഹാൻഡ്സ്. അതുപോലെ ലെഗ്സിന് പകരമായിട്ടുള്ള ഈ ഫിൻ, ഇതിൻ്റെ പേര് പെൽവിക് ഫിൻ എന്ന് പറയും. അപ്പോൾ ദീസ് ബോത്ത് ഓഫ് ദം ആർ പെയേഡ്. ഒരെണ്ണം ഇപ്പുറത്തുണ്ടെങ്കിൽ അതേപോലെ മറ്റേ സൈഡിലും ഉണ്ടായിരിക്കും. അങ്ങനെ പെയേഡ് ഫിൻസ് ആർ പ്രസന്റ്. എന്നാൽ പെയേഡ് അല്ലാത്ത ഈ 3 ടൈപ്പ് ഫിൻസ് നമ്മൾ അജ്ഞാതയിലും കണ്ടതാണ്. അത് ഏതൊക്കെയാണ്? ഡോഴ്സൽ ഫിൻ, ഡോഴ്സൽ സൈഡ്, വെൻട്രൽ ഫിൻ ആൻഡ് ടെയിൽ ഫിൻ ഓർ ആനൽ ഫിൻ ഓർ കോഡൽ ഫിൻ. അപ്പോൾ ഈ ഫിൻസ് എല്ലാം കൂടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് ദേ ഡു ലോക്കോമോഷൻ. ആൻഡ് ദീസ് ഫിൻസ് ഹെൽപ്പ് ഫോർ ബാലൻസിങ്, സ്വിമ്മിങ് ഒക്കെ. ഇനി ഹാർട്ട് ഈസ്, അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. ഈ പറഞ്ഞ 5 പോയിന്റ്സ് ഓർക്കണം. ദാറ്റ് ആർ ദ ഇമ്പോർട്ടൻറ്റ് aquatic adaptations. Now ഹാർട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് 2 chambered. എല്ലാ ഫിഷസിനും 2 ചേംബർ ഹാർട്ടാണ്, 1 ഓറിക്കിൾ ആൻഡ് 1 വെൻട്രിക്കിൾ. അപ്പോൾ വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ എന്ത് ടൈപ്പ് ബ്ലഡ് ആയിട്ട് ഇതിൻ്റെ പമ്പ് ചെയ്യാറിയോ? ദാറ്റ് ഈസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പമ്പ്സ് ഫ്രം വെൻട്രിക്കിൾ ആൻഡ് ഇറ്റ് റീച്ച് ഇൻ ടു ദ ഗിൽസ് ഫസ്റ്റ് ഫോർ oxygenation. Later, oxygenated blood is pumped moving from gills to all over body. Again, that deoxygenated blood collected and reach into the auricle. That is the way of circulation. ഇതൊന്നും ടെക്സ്റ്റിൽ ഈ ഭാഗത്ത് വരുന്നില്ല, പക്ഷെ വേറൊരു സ്ഥലത്ത് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓർത്ത് വയ്ക്കുക, നിങ്ങൾ പണ്ട് പഠിച്ച ഒരു കോൺസെപ്റ്റുമാണിത്. Then the 7th point, that the fishes having cold-blooded animal. They are cold-blooded animal because poikilothermous എന്ന് വെച്ചാൽ എന്താ? കോൾഡ് ബ്ലഡഡ് എന്ന് വെച്ചാൽ എന്താ? ശീതരക്തമുള്ള ജീവികൾ. ദേ cannot maintain a constant body temperature. That is, its a temperature fluctuate with the environmental temperature. അപ്പം എന്താ പ്രശ്നം? എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ കൂടുകയാണെന്ന് നോക്കിയാൽ, ഇവിടത്തൊക്കെ ടെമ്പറേച്ചർ കൂടിയാൽ ആ ടെമ്പറേച്ചർ അനുസരിച്ച് ഇതിൻ്റെ ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ശരീരത്തിൽ നടക്കുന്ന കുറേ എൻസൈമാറ്റിക് റിയാക്ഷൻസ് സ്റ്റോപ്പ് ആവും. സ്ലോലി ദേ ഡിനാച്ചുറേറ്റ്. അപ്പം അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണില്ല ക്ലൈമാറ്റിക് കണ്ടീഷൻ. ദേ കനോട്ട് സർവൈവ് ലോ. ഓക്കെ, ദെൻ സൂപ്പർ ക്ലാസ് സ്പീസസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 classes. ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 classes ഓഫ് പീസസ്. ദേ ആർ കോൺട്രിക്ടൈസ് ആൻഡ് പോസ്റ്റിക്ടൈസ്. അതിൽ നമ്മൾ ഈ കോൺട്രിക്ടൈസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, കോൺട്രോസൈറ്റ്സ് എവിടെയെങ്കിലും കേട്ടോ? ഹാസ് ദാറ്റ് കോൺട്രിക്ടൈസ് ആർ ദ കാർട്ടിലേജിനസ് ഫിഷസ്. കോൺട്രോസൈറ്റ്സ് എന്ന് വെച്ചാൽ കാർട്ടിലേജ് സെല്ലിൻ്റെ പേരാണ് കോൺട്രോസൈറ്റ്. കോൺട്രിക്ടൈസ് എന്ന് വെച്ചാൽ കാർട്ടിലേജ് എൻഡോസ്കെലിറ്റൺ അടങ്ങിയ ഫിഷസിന് പറയുന്ന പേരാണ് കോൺട്രിക്ടൈസ്. ആൻഡ് ദേ ആർ എക്സ്ക്ലൂസീവ്ലി മെറൈൻ. ദെയർ മൗത്ത്, നോക്കൂ ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്പർ അനുസരിച്ച് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. കാരണം കോൺട്രിക്ടൈസിൻ്റെ മാത്രമായ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് ഈ 7 ഫീച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ആർ they are exclusively marine. Mouth is ventral in position. കണ്ടോ, മൗത്ത് ഈസ് വെൻട്രൽ ഇൻ പൊസിഷൻ. ഇതൊരു സ്നൗട്ട് പോലത്തെ ഭാഗമാണ്, ഇവിടെ എല്ലാം മൗത്ത് ഈസ് വെൻട്രൽ. ആൻഡ് ഗിൽ സ്ലിറ്റ്സ് ആർ പ്രസന്റ് വിത്തൗട്ട് ഗിൽ കവർ എന്ന് വെച്ചാൽ ഗിൽസ് ആർ എക്സ്പോസ്ഡ് എന്നർത്ഥം. നമുക്ക് കാണാൻ പറ്റും ഗില്ല് ഇങ്ങനെ ഇരിക്കുന്നത്. ദെൻ സ്കിൻ ഈസ് ടഫ്
tough skin with minute scales, and that scales cannot easily remove from its body because they are embedded on skin. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങി സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സ്കെയിൽസ് ആണ്. ഇത് കണ്ട സ്കെയിൽ, ഇതാണ് ആ സ്കെയില്. അതിൻ്റെ പേര് പ്ലാക്കോയിഡ് സ്കെയിൽ എന്നാണ്. ദ സ്കെയിൽ ഈസ് പ്ലാക്കോയിഡ് സ്കെയിൽ. ഇതിനൊരു ടൂത്ത് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അപ്പം ഈ സ്കെയിൽസ് വളരെ സ്ട്രോങ്ങും ആണ്. മാത്രമല്ല ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കും. ദ കനോട്ട് ഈസിലി റിമൂവ്. അപ്പം നമുക്കൊരു ഫിഷ് കിട്ടി, ഇങ്ങനെ അതിൻ്റെ സ്കെയിലൊന്നും റിമൂവ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. നമുക്ക് അറിയാലോ ഇത് ഏതാ ഫിഷ്, ഷാർക്ക്. അപ്പോൾ ഷാർക്കിന് ആ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ ഏനൽ ഫിൻ, കോഡൽ ഫിൻ നോക്കി നോക്കൂ. ഇറ്റ് ഈസ് നോട്ട് ഈക്വലി ലോബ്ഡ്. കണ്ട രണ്ടും ഒരേപോലെയാണ്. ഒരു പ്ലെയിനിൻ്റെ പോലത്തെ ഒരു രൂപം വന്നേക്കുക. അപ്പോൾ ദേ ആർ ആക്റ്റീവ് സ്വിമ്മേഴ്സ്. ഇനി എയർ ബ്ലാഡർ, അതങ്ങനെ ഒരു വസ്തു ഇതിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് ചില ഫിഷുകൾക്ക് കാണും. ഇതിനത് കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇൻ കോൺട്രിക്ടൈസ് ഇറ്റ് ഈസ് ആബ്സെൻറ്റ്. അപ്പോൾ എയർ ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ട് ദീസ് ഫിഷസ് ആർ ആക്റ്റീവ് സ്വിമ്മേഴ്സ്. ഇവർക്ക് വെള്ളത്തിൽ ഇങ്ങനെ വെറുതെ പൊന്തിക്കെടുക്കാനായിട്ട് പറ്റില്ല, അനങ്ങാതെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരെപ്പോഴും സ്വിം ചെയ്തുകൊണ്ടിരിക്കണം. ദേ ആർ ആക്റ്റീവ് സ്വിമ്മേഴ്സ്. അപ്പം നമുക്കൊരു ഫിഷ് കോൺട്രിക്ടൈസ് ആണോ എന്ന് എങ്ങനെ അറിയാം? ഒരു ഫിഷിനെ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യാനുണ്ട്. ഐഡൻറ്റിഫൈ ദ ക്ലാസ് ഓഫ് എ ഗിവൺ ഫിഷ്. ഒരു ഫിഷിനെ നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ ക്ലാസ് എന്താണ്, ക്ലാസ് മീൻസ് കോൺട്രിക്ടൈസ് ആണോ ഓസ്ട്രിക്ടൈസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് പോലെ നിങ്ങൾ വീട്ടിൽ വെച്ച് ഒരു ഫിഷിനെ എടുത്ത് നോക്കി ഈ പറഞ്ഞ പോയിൻ്റൊക്കെ മനസ്സിലാക്കി അവസാനം നിങ്ങൾ ഒരു കൺക്ലൂഷൻ അതിൽ എഴുതണം. അതിനുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഫിഷിനെ എടുക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ അത് മെറൈനിലെ മാത്രമാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കാം. പിന്നെ അതിൻ്റെ വെൻട്രൽ സൈഡിലാണോ മൗത്ത്, ഗിൽ സ്ലിറ്റ്സ് വിത്തൗട്ട് ഗിൽ കവർ ആണോ, സ്കെയിൽസ് ഈ ടൈപ്പ് ആണോ, ആനൽഫിൻ ഇതുപോലെയാണോ എന്ന് അത്രയും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളിലെ എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ എൻഡോസ്കെൽറ്റൻ നമ്മൾ എഴുതാം. ഇത്രയും ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. ദെയർ എൻഡോസ്കെൽറ്റൻ ഈസ് കാർട്ടിലേജിനസ് എന്ന് നമുക്ക് എഴുതാം. എന്നിട്ട് ഫൈനലി ദ കൺക്ലൂഷൻ ഈസ് ദ ഗിവൺ ഫിഷ് ഈസ് ബിലോങ്സ് ടു കോൺട്രിക്ടൈസ് എന്ന് എഴുതി വയ്ക്കാം. ഓക്കെ. ഇനി ഇവിടെയുള്ള വേറെ രണ്ട് പോയിന്റ്, ടീത്ത് ആർ മോഡിഫൈഡ് പ്ലാക്കോയിഡ് സ്കെയിൽസ്. ഇതിന് നല്ല കേർവ്ഡ് ടീത്ത് ഉണ്ട്. അപ്പോൾ അത് പ്ലാക്കോയിഡ് സ്കെയിൽ മോഡിഫൈ ചെയ്തുണ്ടായ ടീത്താണ് എന്നാണ് പറയുന്നത്. ദെൻ കിഡ്നീസ് പ്രസൻറ്റ് ഷോ യൂറിയ ബേസ്ഡ് ഓസ്മോറെഗുലേഷൻ സ്ട്രാറ്റജി. ഇവിടെ ഒരു കാര്യം എന്താ ആലോചിക്കേണ്ടത്, യൂറിയ വഴിയാണ് ഇതിൻ്റെ നൈട്രോജീനസ് വേസ്റ്റ് ഇത് പുറന്തള്ളുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു മെറൈൻ വാട്ടർ കാണുന്ന ഫിഷാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ബോഡി ടിഷ്യൂസിൽ കുറച്ചത് യൂറിയ റീറ്റെയിൻ ചെയ്യും. എന്തിനാ? ടു മെയിൻറ്റെയിൻ ദ ഓസ്മോലാരിറ്റി. ആ ഓസ്മോ റെഗുലേഷൻ കറക്റ്റ് ആവാൻ. അല്ലെങ്കിൽ ഇപ്പോൾ കടൽ വെള്ളത്തിൽ ഈ ഫിഷ് അങ്ങനെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ നല്ല എന്താണ് ഇതിനകത്തേക്ക് സോൾട്ട് മുഴുക്കെ കയറും. അപ്പം അങ്ങനെ കയറാതിരിക്കാൻ ഇതിൻ്റെ ബോഡി കണ്ടീഷൻ അത് കുറച്ച് യൂറിയ റിച്ച് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ടാണ് പൊതുവേ ഇതിൻ്റെ ശരീരത്തിൽ യൂറിയയുടെ കണ്ടന്റ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയില്ലേ സ്കിൻ ഡിസീസൊക്കെ ഉള്ളവർ ഈ ഷാർക്ക് അധികം കഴിക്കരുത് എന്നൊക്കെ പറയാൻ ഒരു കാരണം അതാണ്. അപ്പോൾ ദേ പ്രൊവൈഡ് ഷോസ് യൂറിയ ബേസ്ഡ് ഓസ്മോ റെഗുലേഷൻ സ്ട്രാറ്റജി, യൂറിയോടെലിക് എക്സ്ക്രീഷൻ പ്രസൻറ്റ് എന്ന് പറയും. സെക്സസ് പറയുകയാണെങ്കിൽ സെക്സസ് ആർ സെപ്പറേറ്റ്, മെയിലും ഫീമെയിലും കാണും. മെയിലിൽ അതിൻ്റെ പെൽവിക് ഫിന്നിനോട് ചേർന്ന് ദർ പ്രസൻറ്റ് എ ക്ലാസ്പ്, ഒരു മെയ്റ്റിംഗ് ഓർഗൻ ഈസ് പ്രസൻറ്റ്, ആൻഡ് ദാറ്റ് മെയിൽ ഡെപ്പോസിറ്റ് ദ സ്പേംസ് ഇൻ ടു ദ ബോഡി ഓഫ് ഫീമെയിൽ. And which type of fertilization? Internal fertilization taking place, and internal fertilization. After fertilization, the fertilized eggs are carried within the body of female. Okay, and the young ones are delivered after some time. അത് ഫുൾ ഡെവലപ്ഡ് ആവണമെന്നൊന്നുമില്ല. ഒരു യോഗ് സാക്കോട് കൂടിയിട്ട് ആ യങ് വൺസിനെ ഡെലിവർ ചെയ്യും. കുറച്ച് നാൾ ഇതിൻ്റെ അകത്ത് അത് കൊണ്ട് നടക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എങ്ങനെ ഡെലിവർ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിന് എന്താ പറയുക? മോസ്റ്റ്ലി വിവി പാരസ്, ഗിവിങ് ബർത്ത് ടു യങ് വൺസ്. അത് ഈ കോൺട്രിക്ടൈസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം കോൺട്രിക്ടൈസിൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഈ ഒരു പടം തന്നിട്ട് ഐഡൻറ്റിഫൈ the given specimen and write about its economic importance, അല്ലെങ്കിൽ റൈറ്റ് അബൌട്ട് ദ ക്ലാസ് ഇറ്റ് ബിലോങ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ എഴുതണം. അപ്പോൾ എന്താണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ കൊടുക്കുക? സ്കോളിയോഡൺ,
സ്കോളിയോട്ടൻ എന്ന പേര് അപ്പോൾ ഓർമ്മ വന്നില്ലെങ്കിൽ ഇതിൽ ഏത് പേര് എഴുതിയാലും മതി. ദാറ്റ് ഈസ് ഷാർക്ക് ഓർ ഡോഗ് ഫിഷ്. ഇനി അപ്പോൾ എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആണ്. ദേ ഹാവിങ് പവർഫുൾ ജോസ് അല്ലേ, അതിന് അങ്ങനെ നല്ല അതിൻ്റെ ജോസ് കണ്ടാന്ന് നമുക്ക് പേരും. ദെൻ അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താ പറയുക, ഫിഷ് ഷാർക്ക് ലിവർ ഓയിൽ, അത് അങ്ങനെ ഒരു ഷാർക്ക് ലിവർ ഓയിൽ എന്ന് പറയും, അങ്ങനെ ഒരു ഓയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈസ് റിച്ച് ഇൻ വിറ്റമിൻ എ ആൻഡ് ഡി. അതിനും പുറമെ ഇറ്റ്സ് സ്കിൻ ഈസ് വെരി ഡ്രൈ, rough skin, hence that dry after drying that rough skin is used for polishing purpose, hence it is known as shagreen. Shagreen എന്ന പോയിന്റ് വിറ്റമിൻ എ ഡി, പവർഫുൾ ജോസ് ഫോർ predators and marine, and is a cartilaginous fish. ഇതൊക്കെ നിങ്ങൾക്ക് ഇനിയുള്ളതൊക്കെ നിങ്ങൾക്ക് എന്താണ് പരീക്ഷയ്ക്ക് ഇതിൻ്റെ പേര് മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് ഡീറ്റെയിൽ തന്നു മാത്രം. കാരണം നമുക്കത് ഓർമ്മയിൽ നിർത്തണമല്ലോ. ഇപ്പോൾ ഈ ഫിഷിൻ്റെ പടം കണ്ട അപ്പം നമുക്ക് പേര് ഓർമ്മ വരാൻ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോയിന്റ്സും കൂടെ ഓർത്തു വെക്കണം. അപ്പോൾ ഇത് മെറൈനാണ്, കോൺട്രിക്ടൈസിൽ പെട്ടൊരു ഫിഷാണ്. എങ്ങനെ മനസ്സിലായത്? ഓക്കെ, അതിൻ്റെ ഫിൻ പാറ്റേൺ ഒക്കെ അങ്ങനെയാണ്, സ്കെയിൽസ് അങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പേര് പ്രിസ്റ്റിസ് എന്നാണ്, അല്ലെങ്കിൽ സോഫ് ഫിഷ്. സോഫ് ഫിഷ് എന്ന് പറയാൻ കാരണം എന്താ, ഇവിടെ ഇതിന് ഒരു ഫ്ലാറ്റ് സ്നൗട്ട് കണ്ട, വായ ഇങ്ങനെ നീട്ടിട്ട് ഫ്ലാറ്റ് സ്നൗട്ട് വിത്ത് ടീത്ത്, ഇങ്ങനെ ടീത്ത് ഉണ്ട്. അപ്പോൾ കാണുമ്പോൾ ഒരു ഈർച്ചവാള് പോലെ ഇരിക്കണില്ലേ. ആൻഡ് ദാറ്റ് ഈസ് പ്രിസ്റ്റിസ് ഓർ സോഫ് ഫിഷ്. ദെൻ കാർച്ചാറഡോൺ, ദാറ്റ് ദ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്, കാണുമ്പോൾ തന്നെ വെടിയാവുന്നു അല്ലേ. ദാറ്റ് ഈസ് വിത്ത് പവർഫുൾ ജോസ് ആൻഡ് പ്രിഡാറ്റർ, ഏറ്റവും ലാർജസ്റ്റ് പ്രിഡാറ്ററി ഫിഷാണ് ലോകത്തിലേക്ക് വെച്ച് ഇങ്ങനെ ആൾക്കാരെ അല്ലേ കത്തു മുറിച്ചൊക്കെ തിന്നണ ലാർജസ്റ്റ് പ്രിഡാറ്ററി ഫിഷാണ്. അതിനെന്താണ്, ഹ്യൂജ് ഫ്ലാറ്റ് ബ്ലേഡ് ലൈക്ക് ടീത്ത് ഈസ് പ്രസൻറ്റ്. അപ്പോൾ ഇത് ഓർക്കണം കേട്ടോ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. വൈറ്റ് ഷാർക്ക് നോക്കൂ, ഇത് ഷാർക്കാണ് എന്ന് പെട്ടെന്ന് ഓർക്കാൻ ഈ ഗിൽസ് വിൽസ് ഓർത്താൽ മതി. ദെൻ റേസ്. റേസ് ഈ ഷാർക്കിൻ്റെ പോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ് റേസ്, തിരണ്ടി എന്നൊക്കെ പറയും. ഇറ്റ് ഈസ് ടു ടൈപ്പ്, ടോർപിഡോ ആൻഡ് ട്രൈഗൺ. ടോർപിഡോ ഇലക്ട്രിക് റേസ് ആണ്. ഇതിൻ്റെ പെക്ട്രൽ ഫിന്നിനോട് ചേർന്ന് ദർ പ്രസൻറ്റ് ഇലക്ട്രിക് ഓർഗൻസ്. എന്നാൽ ദിസ് ഈസ് വിപ്പ് റേ, ഇറ്റ് ഹാസ് എ വിപ്പ് ലൈക്ക് സ്ട്രക്ചർ പ്രസൻറ്റ്, ദാറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ട്രൈഗൺ. അപ്പോൾ പേര് മാത്രം പഠിച്ചാൽ മതി, പടവും ഓർക്കുക. Then now the next group class of fishes, that is Osteichthyes. Osteichthyes or bony fishes. കാരണം അവരുടെ എൻഡോസ്കെലട്ടൺ ബോണാണ്, അപ്പോൾ ബോണി ഫിഷസ് എന്ന് പറയും. ഇവര് ഫ്രഷ് വാട്ടറിലും സീ വാട്ടറിലും കാണും, രണ്ടിലും കാണുന്നതാണ്. ഇനി ഇതിൻ്റെ മൗത്ത് നോക്കി, ഇറ്റ് ഈസ് ഡോഴ്സൽ നോട്ട് വെൻട്രൽ. വെൻട്രൽ ആണെങ്കിൽ ഓക്കെ, ഡോഴ്സലാണെങ്കിൽ ഡോഴ്സലോ ടെർമിനലോ ഇങ്ങനെ തുമ്പത്താണെങ്കിൽ പിന്നെ നമ്മളൊന്നും ആലോചിക്കാനില്ല, ഇറ്റ് ഈസ് ഒസ്റ്റിക്ടൈസ്. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ഗിൽ കവർ ഈസ് പ്രസൻറ്റ്. ഗിൽ സ്ലിറ്റ്സ് പുറത്തേക്ക് കാണാൻ പറ്റില്ല, ഇറ്റ് ഈസ് കവേർഡ് ബൈ എ ഗിൽ കവർ ഓർ ഓപ്പക്കുലം, ആൻഡ് ഇൻസൈഡ് ഇറ്റ് ദർ പ്രസൻറ്റ് 4 to 5 ഗിൽ സ്ലിറ്റ്സ് ഓർ ഗിൽസ് ആർ പ്രസൻറ്റ്. ഇതിൻ്റെ ഉള്ളിൽ 4 or 5 ഗിൽസാണ് കാണാനായിട്ട് സാധിക്കുക. ഇനി സ്കിന്നാണെങ്കിൽ മോയിസ്റ്റ് പോലെ തോന്നും, ദാറ്റ് സ്മൂത്ത് ആൻഡ് സ്ലൈമി, നമുക്ക് പിടിക്കുമ്പോൾ വഴുത്തി പോണ പോലെ തോന്നും. മറ്റേ കാർട്ടിലേജിനസിൻ്റെ ആണെങ്കിൽ ഒരു റഫായിട്ട് തോന്നിയത്, ഇത് സ്മൂത്താണ്. ആൻഡ് ദ സ്കെയിൽസ് ആർ സൈക്ലോയിഡ് ഓർ ടിനോയിഡ് സ്കെയിൽ. ഓക്കെ, സൈക്ലോയിഡ് ഓർ ടിനോയിഡ് സ്കെയിൽ. ഈ സൈക്ലോയിഡ് ഇങ്ങനെ വട്ടം വട്ടം പോലെ കാണും, ടിനോയിഡ് ഇങ്ങനെ ഇതിൻ്റെ അറ്റം കൂർത്തിട്ടിരിക്കും, ഇങ്ങനെ കുറച്ച് മുള്ളു പോലെ കാണും. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ മൈക്രോസ്കോപ്പിലെ കാണാൻ പറ്റുള്ളൂ. എന്നാലും നിങ്ങൾക്ക് പ്ലാക്കോയിഡ് സ്കെയിൽ അല്ല എന്ന് മനസ്സിലാക്കാം. എങ്ങനെ? ദേ ക്യാൻ ഈസിലി റിമൂവ്. നമ്മൾ ചെതമ്പൽ എന്ന് പറയില്ലേ, അതിപ്പോൾ കത്തി കൊണ്ടൊക്കെ എടുത്ത് കളയാനായിട്ട് വളരെ എളുപ്പമാണ്. അങ്ങനെ എളുപ്പമാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വിച്ച് ബിലോങ്സ് ടു ദ ഒസ്റ്റിക്ടൈസ്. ദെൻ എനൽഫിൻ. എനൽഫിൻ നോക്കി കഴിഞ്ഞാൽ ദേ ആർ ഈക്വലി ലോബ്ഡ്. ഒന്നെങ്കിൽ മര്യാദയ്ക്ക് ലോബ്ഡായി ഉണ്ടാവും, ഇല്ലെങ്കിൽ ലോബ്ഡ് അല്ലാണ്ട് ഇതിങ്ങനെ യുണൈറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, ദെൻ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, അനദർ ഫീച്ചർ, എയർ ബ്ലാഡർ ഈസ് പ്രസൻറ്റ്. ഈ ഫിഷിൻ്റെ ഉൾഭാഗം നമ്മൾ നോക്കി, ഇതിനകത്തൊരു സാക്കിലേക്ക് സ്ട്രക്ചർ കാണാം, വിച്ച് ഈസ് ഫിൽഡ് വിത്ത് എയർ, ദാറ്റ് ഈസ് എയർ ബ്ലാഡർ. എയർ ബ്ലാഡർ ഈസ് പ്രസൻറ്റ്. കുറേ ഈ
ബ്ലാഡറൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് ഗ്ലൂ പോലെ ചില ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ അത് ഉപയോഗിക്കാം, ഇൻഡസ്ട്രിയൽ പർപ്പസിലൊക്കെ. ഓക്കെ, അപ്പോൾ എയർ ബ്ലാഡർ ഈസ് പ്രസൻറ്റ്. ആൻഡ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എയർ ബ്ലാഡർ ടു ദിസ് ഫിഷ്? എല്ലാതും ഈ ഫിഷിന് എന്താ ഗുണം? That is, it regulate buoyancy. It help the fish to float in water. Then a bony endoskeleton present. Bony endoskeleton present. Here also kidneys are present, but the mode of excretion is ammonia. Ammonotelism is present. കാരണം അമോണിയ ആയിട്ടാണ് ഇത് മിക്കതും പ്രൊഡക്റ്റിനെ പുറത്തേക്ക് കളയുക. അപ്പോൾ അങ്ങനെ കളയാൻ ഈ കിഡ്നീസ് മാത്രമല്ല, ഇതിൻ്റെ ഗിൽസിൽ കൂടെയും അത് അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യും. Sexes are separate, and here usually external fertilization present. ഫിഷസ് സ്പേമും ഓവും ഒക്കെ വാട്ടറിലേക്കാണ് കൊടുക്കുക, ആൻഡ് ഫെർട്ടിലൈസേഷൻ ടേക്കിംഗ് പ്ലേസ് ഔട്ട്സൈഡ് ദ ബോഡി ഇൻ മോസ്റ്റ് കേസസ്. പക്ഷെ നമുക്കറിയാം ചില എക്വേറിയം ഫിഷസ് ഒക്കെ നമുക്കറിയാം ദേ ആർ വിവി പാരസ്, പക്ഷേ മറ്റേ ടൈപ്പൊക്കെ ഒവി പാരസ് എന്ന് പറയും. ഇനി നമ്മൾ ഇതിൽ വരുന്ന ഒസ്റ്റിക്ടൈസിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസിന് ഫെമിലിയറൈസ് ചെയ്യാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് എക്സോസീറ്റസ് ഫ്ലൈയിങ് ഫിഷ്. അപ്പം ഇങ്ങനെ വരുന്ന ഈ എന്താണ് കോമൺ നെയിം നിങ്ങൾ നന്നായും പഠിച്ചിരിക്കണം, ഒപ്പം ഇതും പഠിച്ചിരിക്കണം. ചിലപ്പോൾ എക്സാമിന് ഇത് ചോദിക്കും, ചിലപ്പോൾ ഇങ്ങനെയും ചോദിച്ചു എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫ്ലൈയിങ് ഫിഷ്. ഫ്ലൈയിങ് ഫിഷിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് ആദ്യം ഈ പേര് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതിന് നമ്മൾ കുറച്ച് ഓർമ്മയിൽ നിർത്താൻ വേണ്ടി മാത്രം പാഠവും കുറച്ച് ഫീച്ചേഴ്സും തന്നേ ഉള്ളൂ. ദെൻ ഹൗ യു ക്യാൻ ഐഡൻറ്റിഫൈ എ ഫിഷ് ആസ് എ ഫ്ലൈയിങ് വൺ? അതിന് കണ്ടോ, ദ പെക്ട്രൽ ഫിൻ. പെക്ട്രൽ ഫിൻ വളരെ ഒരു ലാർജ് പെക്ട്രൽ ഫിന്നാണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ഗ്ലൈഡ് ഓവർ ദ സർഫസ് ഓഫ് വാട്ടർ. അല്ലാണ്ട് പക്ഷി പറക്കണ പോലെ പറക്കല്ല, ഇറ്റ് ക്യാൻ ഗ്ലൈഡ്, ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് തെന്നി പോകാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ദ എക്സോസീറ്റസ് ഓർ ഫ്ലൈയിങ് ഫിഷ്. ദെൻ ഹിപ്പോകാമ്പസ്, സീ ഹോൾസ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു അല്ലേ ഹോൾസിൻ്റെ അപ്പിയറൻസ് ആണ്. കാരണം ഇതിൻ്റെ സ്നൗട്ട്, ഒരു ലോങ് സ്നൗട്ട് ഉണ്ട് അതിന്. പിന്നെ ഒരു സിവിലൈസേഷൻ ഹെഡ് അതുപോലെ ആയിട്ടുണ്ട്. ആൻഡ് ദ ടെയിൽ പോർഷൻ ഈസ് പ്രിഹെൻസൈൽ ടെയിൽ. ഇങ്ങനെ വളഞ്ഞ് ചുരുണ്ടിരിക്കുന്ന ടെയിലാണ്, വിത്തൗട്ട് ടെയിൽ ഫിൻ. അപ്പോൾ ടെയിൽ ഫിൻ ഇല്ല. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇറ്റ് സ്വിം വെർട്ടിക്കലി. ഇതിന് ചാടിയിട്ടാണ് നടക്കും, നീന്തലും ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ മെയിൽ ക്യാരി ബേബീസ് ഡെലിവർ യങ് വൺസ്. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി. ജീവലോകത്ത് മെയിൽ ഡെലിവർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓർഗാനിസംസ് ആണ് സീഹോഴ്സ്. സീഹോഴ്സ് ബിലോങ്സ് ടു എ ഫിഷ്. ഇതിൻ്റെ ഡോർസൽ സൈഡിലൊക്കെ ഫിൻ ഉണ്ട്, കണ്ടോ, ഇറ്റ് ഹാവ് ഫിൻസ്. അപ്പം അതുപോലെ ഇവിടെ പെക്ട്രൽ ഫിന്നൊക്കെ ഉണ്ട് കേട്ടോ. പെക്ട്രൽ ഫിന്നൊക്കെ ഉണ്ട് അതിന്. ഓക്കെ, പെക്ട്രൽ ഫിന്നും ഡോർസൽ ഫിന്നൊക്കെ കാണും. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ക്യാരി ബേബീസ് ആൻഡ് ഡെലിവർ യങ് വൺ, സീ ഹോഴ്സ്, ഹിപ്പോകാമ്പസ്. ഓക്കെ, ദെൻ ലേബിയോ ഓർ രോഹു. ഇത് ഒരു റെഡ് അല്ലെങ്കിൽ പിങ്ക് കളേർഡ് ഫിഷാണ്. യൂഷ്വലി എ കൾച്ചേർഡ് കാർപ്പ്, വളർത്തുന്ന ഫിഷാണ്. ഫിഷ് കൾച്ചറിൽ ഉപയോഗിക്കുന്നതാണ്. ഒരു 20-25 കിലോ ഒക്കെ വരുന്ന ഒരു ഫിഷാണ്. ആൻഡ് ഹൈ പ്രോട്ടീൻ റിച്ച് ഫുഡാണ് അതിൻ്റെ ഇത്. ദെൻ ഇൻഫീരിയർ മൗത്ത്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ മൗത്ത് ഇൻഫീരിയർ ആണ്, കണ്ട. ഈ സ്നൗട്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കാൻ പറ്റും അതിൻ്റെ വായ. അപ്പോൾ ഇൻഫീരിയർ മൗത്താണ്. തിക്ക് ലിപ്പ് ആൻഡ് ഫ്രിഞ്ച്ഡ്. പിങ്ക് കളേർഡ് രോഹു, ലേബിയോ. ദെൻ കട്ട്ല. കട്ട്ല നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് വരുന്ന ഒന്നാണ്. എക്സാമിന് ഈ ഒരു പടം തന്നിട്ട് ഐഡൻറ്റിഫിക്കേഷൻ പറയും. ഇറ്റ്സ് എ ബോണി ഫിഷ് ആൻഡ് സർഫസ് ഫീഡർ. സർഫസ് ഫീഡർ എന്ന് പറയുമ്പോൾ ആ കുളത്തിന് മുകളിൽ കടന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെയാണ് സർഫസ് ഫീഡർ എന്ന് പറയാം. ഇതിന് ഒരു ഗ്രേയിഷ് സ്കെയിൽസ് ഓൺ ദ ഡോർസൽ ആൻഡ് വൈറ്റിഷ് സ്കെയിൽ ഓൺ ദ വെൻട്രൽ പാർട്ട്. പക്ഷെ നമുക്ക് മറ്റേ രോഹുവിൽ നിന്ന് ഇതിന് വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൻ്റെ മൗത്ത് ഈ താഴ്ഭാഗം, ലോവർ ജോ കുറച്ചിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി ഇങ്ങനെ വളഞ്ഞിങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൗത്ത് വെച്ചിട്ട് അതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. മാത്രമല്ല ഇറ്റ് ഹാസ് എ ബ്രോഡ് ഹെഡ്. ദാറ്റ് ഈസ് കട്ട്ല. ദെൻ ക്ലാരിയസ്, മുഷി, കാറ്റ് ഫിഷ്, മാഗർ എന്നൊക്കെ പറയുന്നത് മുഷി. ഓക്കെ, കണ്ടിട്ടുണ്ടോ ഇതിനെ? ഇതിൻ്റെ
ഈ ഡോർസൽ ഫിന്നും വെൻട്രൽ ഫിന്നും കുറേ ഇങ്ങനെ അതിൻ്റെ ബോഡിയോട് ചേർന്ന് ഇങ്ങനെ കാണാം അതിനെ. അങ്ങനെ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. പിന്നെ ബാർബൽസ് ഉണ്ട് അതിന്. പക്ഷെ പിന്നെ വേറൊന്ന് സ്കെയിൽസ് അങ്ങനെ കാണില്ല സർഫസിൽ. സ്കെയിൽസിൽ വളരെ സ്മൂത്ത് സ്കിന്നാണ്. ദെൻ കാറ്റ് ഫിഷ്. ഇത് പക്ഷേ ഒരു ആഫ്രിക്കൻ കാറ്റ് ഫിഷ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ബാൻ ചെയ്തേക്കാണ്. കാരണം അത് നമ്മളുടെ ഇൻഡിജീനിയസ് സ്പീഷീസിനെയൊക്കെ നശിപ്പിക്കുന്നത് കൊണ്ട്. ദെൻ ബെറ്റ ഫ്ലൈയിങ് ഫിഷ്. നമ്മളുടെ എക്വേറിയത്തിനൊരു ഗ്രേസ് ആൻഡ് ബ്യൂട്ടി തരുന്ന ഒരു ഫിഷാണ് അല്ലേ. എക്വേറിയം ഫിഷസ് പൊതുവേ നമുക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം നമ്മുടെ പെറ്റ് ആനിമൽസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പം ബെറ്റ ഫ്ലൈയിങ് ഫിഷ്, ബെറ്റ അല്ലെങ്കിൽ ഫൈറ്റിംഗ് ഫിഷ് എന്ന് പറയും. ഇനി ഇത് എക്വേറിയം ഫിഷാണ്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് നോക്കി, ഇതിൻ്റെ കളർഫുൾ ഫാൻസി ഫിൻസ് ആണ് അല്ലേ. അത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് വൺ, നമ്മൾ കണ്ടാൽ മറക്കില്ല. അപ്പോൾ ഈ പടം ഓർമ്മയിൽ നിർത്തിയിട്ട് ബെറ്റ ഫൈറ്റിംഗ് ഫിഷ് എന്ന് ഓർക്കുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെറുതെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇതിന് ഈ പെയിൻ ആൻഡ് ആങ്കർ, ഹെൻസ് ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് വാരിയർ ലൈക്ക് പേഴ്സണാലിറ്റി. അതുകൊണ്ടല്ലേ അതിനെ ഫൈറ്റർ ഫിഷ് എന്ന് പറയണേ. മാത്രമല്ല ഈ ആൾക്കാർ ഇതിനെ ട്രെയിൻ ടു ഡു ട്രിക്സ് എന്ന് പറയുന്നു. ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പേര് ചൊല്ലി ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ച് അതിന് അത്യാവശ്യം തീറ്റയ്ക്ക് ഇട്ട് കൊടുത്ത് റിപ്പീറ്റ് ചെയ്യുക ഒരേ സമയത്ത്. അങ്ങനെയൊക്കെ ചെയ്താൽ ഇത് ചിലപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ കുറേശ്ശൊക്കെ കേൾക്കുന്നതാണ് പറയണ കേട്ടോ. വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. ദെൻ ടിറോഫൈലം ഏഞ്ചൽ ഫിഷ്. ടിറോഫൈലം ഏഞ്ചൽ ഫിഷ്. ഇത് ഏഞ്ചൽ ഫിഷ് എന്നുള്ളത് പേരിൽ മാത്രമുള്ള സത്യത്തിൽ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ ഗ്രൂപ്പ് അതിനിഷ്ടപ്പെടാത്ത ആൾക്കാരുടെ കൂടെ ഇടുകയാണെങ്കിൽ ഇവർ ഭയങ്കര അഗ്രസീവാണ്. പിന്നെ വേറൊന്ന്, ഇതിൻ്റെ ഫിൻസൊക്കെ ഒരു വെർട്ടിക്കൽ പാറ്റേണിലാണ്. ഡോർസൽ ഫിന്നും ഈ വെൻട്രൽ അതുപോലെ ഏനൽ ഫിന്നും ഒക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പം മറ്റുള്ള ഫിഷിനെ അത് പിന്നെ മാത്രമല്ല അത് അഗ്രസീവാണ്. അത് പോയിട്ട് അതിനൊക്കെ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷെ പേരെന്താ? ഏഞ്ചൽ ഫിഷ് ടിറോഫൈലം. ടിറോഫൈലം. ഓക്കെ. അപ്പം നമ്മൾ ഒസ്റ്റിക്തൈസിൽ കുറേ ഗ്രൂപ്പ് ഫിഷസിനെ എക്സാമ്പിൾസ് പഠിച്ചു, കോൺട്രിക്തൈസിൽ പഠിച്ചു. പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രിക്തൈസ് ആൻഡ് ഒസ്റ്റിക്തൈസ്. നോക്കുന്നത് എയർ ബ്ലാഡറും കാണും. അപ്പോൾ ഈ 7 ഫീച്ചേഴ്സ് വെച്ച് അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക ആൻഡ് എക്സാമ്പിൾസ് പഠിക്കുക. എക്സാമ്പിൾസ് കോൺട്രിക്തൈസിൽ ആകെ 2 എക്സാമ്പിളേ ഉള്ളൂ. ഷാർക്സ് ആൻഡ് റെയ്സ് പഠിച്ചാൽ മതി. പക്ഷേ ഒസ്റ്റിക്തൈസിൽ നിങ്ങൾ ഫ്രഷ് വാട്ടർ ബോണി ഫിഷിനെയും പഠിക്കണം, മെറൈൻ ബോണി ഫിഷിനെയും പഠിക്കണം. ഓക്കെ, now we can stop here. Thank you children.